മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാ 24-നൊപ്പം ചേരുകയാണ്. കൊച്ചിയിൽ, പ്രത്യേകിച്ച് കളമശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള പേരായിരുന്നു മുഹമ്മദ് ഷാ എന്നുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരില്ല. എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു സീറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ നേതൃത്വമായി? ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാളാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിന്നുള്ള സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമേ തെക്കൻ കേരളത്തിൽ നിന്നുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് കളമശ്ശേരി മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും എൻ്റെ ഉത്തരവാദിത്തമാണ് തങ്ങളെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളത്. അപ്പം എല്ലാവരെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാരിൽ തന്നെ യൂത്തിൻ്റെ ചില ആളുകളുണ്ട്, പുതുമുകളിൽ പലരും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എങ്കിലും അതിൽ ഇപ്പോൾ വന്ന ആളുകളെല്ലാം നല്ല വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. പ്രതീക്ഷയുണ്ടായിരുന്നോ? അങ്ങനെ നേതൃത്വമായിട്ടൊരു സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ചർച്ച നടന്നിട്ടുണ്ടോ? അത് ഞാനങ്ങനെ ഒരു ഇന്ന സീറ്റ് വേണമെന്നൊന്നും ഞാൻ ആരോടും സത്യത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരു രീതി എനിക്കില്ല. സ്ഥാനമാനങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിരിക്കുന്ന പൊസിഷൻ കുറച്ചുകൂടി നമുക്ക് പെർഫോം ചെയ്യാൻ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ മാത്രമാണ്. ഈ കളമശ്ശേരിയെ സംബന്ധിച്ചിട്ട് തന്നെ അവിടുത്തെ സീറ്റ് ചർച്ചകൾ വന്ന സമയം മുതൽ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഗഫൂറിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് ഇവിടുന്ന് ഒരു കത്തയക്കുന്നു നേതൃത്വത്തിന്. അപ്പോൾ അത്തരം ഒരു പടലപ്പിണക്കം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്നാണോ? സത്യത്തിൽ ഇതൊക്കെ ഞാൻ വാർത്തയിൽ മാത്രം കണ്ടതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ആരും വന്നിട്ട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ അങ്ങനത്തെ ഒരു തർക്കമുണ്ട് എന്നുള്ള രീതിയിലൊന്നും ആരും വന്ന് പറഞ്ഞിട്ടില്ല. തീരുമാനം വരണം, തീരുമാനം വൈകുന്നു, തീരുമാനം വരുന്നതിന് ശേഷം വേണം പ്രവർത്തനം തുടങ്ങാൻ. അത് ഏത് തീരുമാനം വന്നാലും തങ്ങൾ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് പാർട്ടിക്കാരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ജില്ലയിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തർക്കങ്ങളൊക്കെ ഞാനിവിടെ സംസ്ഥാന ഭാരവാഹിയായി വന്നതിന് ശേഷം ഡേ 1 മുതൽ ഞാൻ ചെയ്തിരുന്നൊരു ജോലി ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും യാതൊരു തർക്കവുമില്ല. ഏതായാലും നമുക്ക് ഐക്യജനാധിപത്യ അധികാരത്തിൽ വരണമെന്നുള്ള നിർബന്ധമുണ്ട്. അത് ജനങ്ങളുടെ ആവശ്യമാണ്. 10 വർഷത്തെ കെടുതിക്ക് ശേഷം തിരിച്ചു വരണം. അപ്പോൾ അതുകൊണ്ട് 100 സീറ്റിലും ജയിക്കുമെന്ന് മാത്രമല്ല, 14 എറണാകുളം ജില്ലയിൽ ജയിക്കും, 16 മലപ്പുറം ജില്ലയിൽ ജയിക്കും. സ്വാതിക്കൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.